Hello guys, I am Atmajan and welcome back to my channel Super Honest. Don't all Super Honest or Super Heroes. സൂപ്പർ ഹീറോസ് എൻ്റർടൈൻമെൻറ്റ് ഒരു പുതിയ മാർവൽ വീഡിയോയിലേക്ക് എല്ലാ സൂപ്പർ ഹീറോ ഫാൻസിനും സ്വാഗതം. സോ ഗൈസ്, അങ്ങനെ നമ്മൾ ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡിൻ്റെ ടീസർ അങ്ങനെ മാർവൽ പുറത്തുവിട്ടിരിക്കുകയാണ്. ഫെബ്രുവരി 14, 2025 ഈ സിനിമ പുറത്തിറങ്ങുന്നത്. സോ ഈ ഒരു ടീസറിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ട് പോകുന്നത് ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡിൻ്റെ ഒഫീഷ്യൽ ടീസറാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മാർവൽ, DC കോമിക്സ്, മൂവീസ്, ഗെയിംസ് റിലേറ്റഡ് ആയിട്ടുള്ള ഓസം ആൻഡ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിരിക്കും. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ഈ ടീസറിനെ കുറിച്ച് ആദ്യം ഞാൻ കുറച്ച് പറഞ്ഞോട്ടെ. ഈ ടീസർ എന്ന് വെച്ചാൽ വളരെയധികം അടിപൊളിയായിരുന്നു. പലരും പറഞ്ഞു ഒരു ഡിസ്നി പ്ലസ് ഷോയുടെ ടീസർ കാണുന്ന പോലെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പക്ക ഒരു സിവിൽ വാർ വൈബാണ് ഈ ഒരു ടീസറിൽ നിന്ന് കിട്ടിയത്. എന്തൊക്കെയായിരുന്നാലും നമ്മൾ ഓപ്പണിംഗ് ഷോട്ടിൽ നിന്നും കാണുന്നത് നമ്മൾ തേർഡ് തണ്ടർ ബോൾട്ട് റോസ് നമ്മൾ സാം വിൽസനെ വിളിക്കുന്നതായിട്ടാണ്. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെ വില്യം ഹേർട്ടായിരുന്നു ഇത്രയും നാളും MCUയിൽ നമ്മുടെ തേർഡ് തണ്ടർ ബോൾട്ട് റോസായിട്ട് വന്നിരുന്നത്. അദ്ദേഹം മരിച്ചതുകൊണ്ട് ഇപ്പോൾ ഹാരിസൺ ഫോർഡ് എന്ന് പറയുന്ന ആക്ടറാണ് തേർഡ് തണ്ടർ ബോൾട്ട് റോസായിട്ട് അഭിനയിക്കുന്നത്. സോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളെ റോസ് പ്രസിഡൻ്റ് ഇലക്ഷന് വേണ്ടി മത്സരിക്കുകയാണ്. സോ ഇവിടെ നമ്മൾ അടുത്ത സീക്വൻസിലായിട്ട് നമ്മൾ ഫാൽക്കണിൻ്റെ ഒരു സൂട്ടൊക്കെ കാണുന്നുണ്ട്. സോ നമ്മളെ റോസ് നമ്മളെ സാമിൻ്റെ അടുത്തായിട്ട് പറയുന്നുണ്ട്, താങ്ക്സ് ഫോർ കമ്മിങ്, നീ വന്നതിന് നന്ദിയുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സാം പറയുന്നുണ്ട്, ഇൻവൈറ്റ് ചെയ്തതിൽ നന്ദി എന്ന് പറയുന്നുണ്ട്. സോ പിന്നീട് നമ്മൾ ഇലക്ഷൻ പ്രചാരണത്തിൻ്റെ ഒരുപാട് ഷോർട്ട്സ് കാണുന്നുണ്ട്. സോ പിന്നീട് നമ്മൾ ഒരു ഷോർട്ടിൽ കാണുന്നതെന്ന് വെച്ചാൽ നമ്മൾ ടിയാമുട്ടി എറ്റേണൽസിൽ കാണുന്ന ടിയാമുട്ടിൻ്റെ ഒരു റിമെയിൻസ് പോലെ നമ്മൾ കാണുന്നുണ്ട്. അവിടെ കൂടെ ഫാൽക്കൺ പറന്നു പോകുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ട്രെയിലർ വന്നാലേ ഒരു എക്സ്പ്ലനേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയെ ഒരു ഒഫീഷ്യൽ മിലിറ്ററി പൊസിഷനിലോട്ട് ആക്കാനാണ് നമ്മൾ റോസ് ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മുടെ തേർഡ് തണ്ടർ ബോൾട്ട് റോസ് പറയുന്നുണ്ട്, ഞാനും നീയും പണ്ട് ഒരുപാട് കാര്യങ്ങൾ ഡിസഗ്രി ചെയ്തിട്ടുണ്ടെന്ന്. അങ്ങനെ പറയുന്ന ഇടയ്ക്ക് നമ്മുടെ സാമിനെ ക്യാപ്റ്റീവായിട്ട് വെച്ചതും എല്ലാം കുറച്ച് ഷോർട്സ് കാണിക്കുന്നുണ്ട്. സോ അപ്പം ഈ ഒരു സംഭവം കേട്ടിട്ട് നമ്മൾ സാം ചോദിക്കുന്നുണ്ട്, നമ്മൾ രണ്ടുപേരും ഡിസഗ്രി ചെയ്താൽ എന്ത് പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഗ്യാൻ കാലോ എസ്പോസിറ്റോ എന്ന് പറയുന്ന ഒരു ആക്ടറെ നമ്മൾ കാണുന്നുണ്ട്. ആ ഒരു ആക്ടർ വന്നിട്ട് ഒരു അൺനോൺ റോളിലാണ് ഇതുവരെ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. സോ ഈ ഒരു ക്യാരക്ടർ ഇതുവരെ ഈ പടത്തിലില്ലായിരുന്നു. ഈ അടുത്ത് കാണുന്ന റീഷൂട്ട്സിലായിരുന്നു ഈ ഒരു ക്യാരക്ടർ വന്നിട്ടുണ്ടായിരുന്നത്. ഈ ക്യാരക്ടർ ആരെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ നമ്മുടെ റോസ് പറയുന്നുണ്ട്, വർക്ക് വിത്ത് മീ സാം, അതായത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. സോ പിന്നീട് നമ്മളൊരു മീറ്റിംഗ് കാണുന്നു. അതൊരു വലിയൊരു പാർട്ടി ചർച്ച പോലെയാണ്. അവിടെ സാമിനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ ഇസായ ബ്രാഡ്ലിയെ കാണുന്നുണ്ട്. ഇസായ ബ്രാഡ്ലി അവിടെ അത്ര നേരം നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് കയറി നമ്മളെ റോസിനെയും ബാക്കിയുള്ള ആൾക്കാരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. സോ അറ്റാക്ക് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് അറ്റാക്ക് ചെയ്യുന്നതെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ എൻ്റെ ഒരു ഡൗട്ടെന്ന് വെച്ചാൽ നമ്മളെ സീക്രട്ട് ഇൻവേഷനിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ഇസായ ബ്രാഡ്ലി ഒരു സ്ക്രള്ളാവാനും ചാൻസ് ഉണ്ട്. അത് വേറൊരു ചാൻസ് മാത്രമാണ് ഗെസ്. അതെൻ്റെ ഒരു എന്താ പറയുക, വൈൽഡ് ഗെസ് ഞാൻ പറയുന്നുണ്ട്. സോ നമ്മുടെ ഫാൽക്കൺ ആൻഡ് ദ വിന്റർ സോൾജർ കണ്ട സാമിൻ്റെ കൂട്ടുകാരൻ പറയുന്നുണ്ട് ഒരു ഷോട്ടിൽ, ഇതൊരു ട്രാപ്പാണ്, നിന്നെ ഗവൺമെൻറ് ചതിക്കാൻ നോക്കുകയാണെന്ന് പറയുന്നുണ്ട്. സോ പിന്നീട് കുറച്ച് ഫൈറ്റ് സീക്വൻസുകളും കാര്യങ്ങളും നമ്മളെല്ലാവരും കാണുന്നു. പിന്നീട് നമ്മൾ റോസ് പറയുന്നുണ്ട്, നീ ക്യാപ്റ്റൻ അമേരിക്ക ആയിരിക്കാം, പക്ഷേ നീ ഒരിക്കലും സ്റ്റീവ് റോജേഴ്സ് അല്ലെന്ന്. സോ ഈ ഒരു ഡയലോഗ് എന്ന് പറയുന്നത് ആ ഒരു ക്യാരക്ടർ ദേശത്തിൽ പറഞ്ഞതാണ്. പക്ഷേ മാർവൽ അവിടെ മനഃപൂർവ്വം ക്യാപ്റ്റൻ അമേരിക്കയുടെ ലെഗസിയെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ടിട്ടുണ്ടായത്. അതായത് സ്റ്റീവ് റോജേഴ്സ് അല്ലാതെ മറ്റൊരാൾക്കും ക്യാപ്റ്റൻ അമേരിക്കയെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ ഫാൽക്കൺ ആൻഡ് ദ വിന്റർ സോൾജറിലും കണ്ടതാണ്. നമ്മുടെ ഫാൽക്കണും മറ്റേ ക്യാരക്ടറും വന്നിട്ട് ക്യാപ്റ്റൻ അമേരിക്കയ്ക്ക് പകരമാകാൻ നോക്കിയത്. പക്ഷേ ക്യാപ്റ്റൻ അമേരിക്കയ്ക്ക് പകരമായിട്ട് സ്റ്റീവ് റോജേഴ്സ് എന്നൊരാളല്ലാതെ മറ്റൊരാരും ഇല്ല. പിന്നീട് നമ്മളൊരു സൂട്ടിൻ്റെ ഫുൾ ലുക്ക് കാണുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഫാൽക്കൺ പറയുന്നുണ്ട്, ഐ ആം നോട്ട്
ക്യാപ്റ്റൻ അമേരിക്ക, അതായത് ഞാൻ അതായത് നമ്മുടെ ഫാൽക്കൺ പറയുന്നുണ്ട്, ഞാൻ സ്റ്റീവ് റോജേഴ്സ് അല്ല, ഐ എം നോട്ട് സ്റ്റീവ് റോജേഴ്സ് എന്ന് പറയുന്നുണ്ട്. സോ അതും ദേഷ്യപ്പെട്ട് തന്നെയാണ് പറയുന്നത്. പിന്നീട് ഈ ഒരു മൂവിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സീക്രട്ടായിട്ട് കാണും എന്ന് വെച്ചിരുന്ന ഒരു സംഭവമാണ്. അത് നമുക്ക് കുറച്ചേന് പറയാം. പിന്നീട് നമ്മൾ ആ ടൈറ്റിലാണ് കാണുന്നത്. ടൈറ്റിൽ എന്ന് പറയുന്നത് ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡ്. പക്ഷേ ഇവിടെ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ മാർവലിൻ്റെ മിക്ക സിനിമകളിലും ടീസർ ആയിക്കോട്ടെ, ട്രെയിലർ ആയിക്കോട്ടെ, ആദ്യം മാർവൽ സ്റ്റുഡിയോസ് എന്ന് എഴുതി കാണിക്കും. പക്ഷേ ഇവിടെ മാർവൽ സ്റ്റുഡിയോസ് എന്ന് എഴുതി കാണിച്ചിട്ടില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ എഴുതി കാണിക്കാത്തതെന്ന് എനിക്കറിയത്തില്ല. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ സീക്രട്ടായിട്ട് ഇരിക്കേണ്ടിയിരുന്ന ഒരു സാധനമായിരുന്നു. പക്ഷേ മാർവൽ അത് പുറത്തുവിട്ടിട്ടുണ്ട്. റെഡ് ഹൾക്ക്, അതായത് നമ്മുടെ തേർഡ് തണ്ടർ ബോൾട്ട് റോസ് റെഡ് ഹൾക്കായിട്ട് മാറുന്ന ആ ട്രാൻസ്ഫോർമേഷൻ സീൻ, ആ ക്യാപ്റ്റൻ അമേരിക്ക ഷീൽഡ് എടുത്ത് തറ അടിക്കുന്നുണ്ട്. ആ സീൻ എന്നൊക്കെ പറഞ്ഞാൽ പക്ക ഒരു വയലൻറ്റ് ഫൈറ്റ് തന്നെയായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു അടിപൊളി ഫൈറ്റ് തന്നെയായിരിക്കും. ശരിയാണ്, ഈ ഒരു ടീസറിന് കുറച്ച് പ്രശ്നങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും എനിക്ക് വളരെയധികം പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു ടീസർ തന്നെയായിരുന്നു ഇത്. സോ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു മാർവലായിട്ട് വീഡിയോ നിങ്ങൾക്ക് വീണ്ടും കൊണ്ടുപോകാം. അതൊരു സൈനിങ് ഔട്ട് ആൻഡ് യു വാച്ച് സൂപ്പർ ടീം ആൻഡ് സൂപ്പർ ഹീറോസ്.